പട്ടാമ്പിയിൽ പുതിയ പാല നിർമ്മാണവുമായി ബന്ധപ്പെട്ടുള്ള പൈലിംഗ് പോയിന്റുകൾ കണ്ടെത്തുന്നതുമായി ബന്ധപ്പെട്ടാണ് ഉദ്യോഗസ്ഥരുടെ സന്ദർശനമുണ്ടായത്. പട്ടാമ്പി മണ്ഡലത്തെയും തൃത്താല മണ്ഡലത്തെയും ബന്ധിപ്പിച്ചുകൊണ്ട് ഭാരതപ്പുഴയ്ക്ക് കുറുകെ പുതിയ പാലം നിർമ്മിക്കുവാനുള്ള ടെൻഡർ നടപടികൾ ഇതിനകം പൂർത്തിയാക്കിയിരുന്നു. ARS ജാസ്മിൻ കൺസ്ട്രക്ഷൻ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിക്കാണ് നിർമ്മാണ ചുമതല. 52 കോടിയോളം രൂപയാണ് നിർമ്മാണത്തിന് ലഭിച്ചിട്ടുള്ളത്. പാല നിർമ്മാണവുമായി ബന്ധപ്പെട്ടുള്ള പൈലിംഗ് പ്രവൃത്തികളുടെ ഭാഗമായി കൂടിയാണ് MLAയുടെ നേതൃത്വത്തിൽ ഉദ്യോഗസ്ഥർ പ്രസ്തുത സ്ഥലത്തെത്തി പരിശോധനകൾ നടത്തിയത്. അപ്രോച്ച് റോഡ് ഉൾപ്പെടെ 750 മീറ്റർ നീളവും 13.5 മീറ്റർ വീതിയിലുമാണ് പുതിയ പാലം നിർമ്മിക്കുക. 24 മാസത്തെ കാലാവധിയാണ് നിർമ്മാണ കമ്പനിക്ക് നൽകിയിട്ടുള്ളത്. ഇതോടൊപ്പം സ്ഥലമേറ്റെടുപ്പ് നടപടികളും വേഗത്തിലാക്കുമെന്ന് മുഹമ്മദ് മോസിൻ MLA പറഞ്ഞു. പട്ടാമ്പിയുടെ ഏറെക്കാലത്തെ ആവശ്യമാണ് ഇപ്പോൾ യാഥാർത്ഥ്യമാകാൻ പോകുന്നതെന്നും ഇതിന്റെ നിർമ്മാണ പ്രവൃത്തികൾ ഉടൻ തന്നെ ആരംഭിക്കാനാകുമെന്നും MLA സൂചിപ്പിച്ചു. ഈ പരമാവധി പൈലിംഗ് പ്രവർത്തനങ്ങൾ എത്രയും വേഗം ചെയ്യാനുള്ള ശ്രമങ്ങളാണ് നമ്മൾ നടത്തുന്നത്. ഈ പാലത്തിന് നമുക്ക് TS എമൗണ്ട് 52,57,60,60,000 രൂപയാണ് ഉണ്ടായിരുന്നത്. അതിൽ KSEBക്ക് കൊടുക്കാൻ, അതോടൊപ്പം തന്നെ ലാൻഡ് അക്വിസിഷൻ 6,40,50,000 രൂപ മാറ്റിവെച്ചിട്ടുണ്ട്. പിന്നെ ബാക്കി 40,34,60,000 ആണ് ഇതില് നമ്മളെ പാലത്തിന്റെ നിർമ്മാണത്തിന് വേണ്ടിയിട്ടുള്ള ഫണ്ട്. അത് ഇപ്പൊ ടെൻഡർ പൂർത്തീകരിച്ചപ്പോ ടെൻഡർ ബിലോയിലാണ് എടുത്തിട്ടുള്ളത്. 33,14,53,266 രൂപയ്ക്കാണ് ഇപ്പൊ ടെൻഡർ പൂർത്തീകരിച്ചിട്ടുള്ളത്. ഇതിൽ 69 സെന്റ്, അതായത് 69.16 സെന്റ് സ്ഥലമാണ് ഇതിൽ ഏറ്റെടുക്കാനുള്ളത്. അതിനു വേണ്ടിയിട്ടാണ് ഇപ്പൊ ഫണ്ട് 6,40,50,000 രൂപ മാറ്റിവെച്ചിട്ടുള്ളത്. അതിന്റെ പ്രവർത്തനം സൈമുൾട്ടേനിയസ്ലി നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് റവന്യൂ വകുപ്പിന്റെ നേതൃത്വത്തിൽ ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട്. അതിന് കൂടെയാണ് പാലത്തിന്റെ ടെൻഡർ ഇപ്പോൾ പൂർത്തീകരിച്ച് ജാസ്മിൻ കൺസ്ട്രക്ഷൻ എടുത്ത് അതിന്റെ നിർമ്മാണം ആരംഭിക്കുന്നതിന് മുന്നോടിയായിട്ടുള്ള പൈലിംഗ് പ്രവർത്തനത്തിന് അതിന്റെ പോയിന്റുകൾ ഫൈനലൈസ് ചെയ്യടക്കമുള്ള കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നഗരസഭാ ചെയർപേഴ്സൺ ഒ ലക്ഷ്മിക്കുട്ടി, വൈസ് ചെയർമാൻ TP ഷാജി, മറ്റു ജനപ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ എന്നിവരും MLAയ്ക്കൊപ്പം ഉണ്ടായിരുന്നു.